ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7th സ്റ്റാൻഡേർഡ് ദശമഹാപാഠമാണ് പഠിപ്പിച്ച് കഴിഞ്ഞു അതല്ലേ, ഓൾറെഡി കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ചും കൂടിയുണ്ട്. പേജ് നമ്പർ 109. 109ൽ അവിടെ പട്ടികാദഃ ഉചിതം വിശേഷണ പദം യോജയിത്വ വാക്യാനി രചയന്തു. അങ്കുല്യ കൊടുത്തിട്ടുണ്ട്. അങ്കുലി എന്ന് പറഞ്ഞാൽ എന്താ? വിരളിനെയാണ് എന്താ അങ്കുലി എന്ന് പറയുന്നത്. അങ്കുല്യ വിരലുകൾ, അതിൻ്റെ ബഹുവചനം. അപ്പോൾ ഇവിടെ അങ്കുല്യ ഒരു പടവും കൊടുത്തിരിക്കുന്ന കണ്ടോ? ഇവിടെ ഒരു പടവും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ 5 വിരലിൻ്റെ ഓരോ വിരലിനും ഓരോ പേരാണ്. ഓരോ വിരലിനും ഓരോ പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യത്തേത് നമ്മുടെ ഈ വിരലാണല്ലേ. അതിനെന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? അങ്കുഷ്ടഃ തള്ളവിരലല്ലേ. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ വിരലിന് എന്ത് പറയും? അവിടെ നോക്കി പറയാ, അല്ലെങ്കിൽ ഇവിടെ തർജനി. പിന്നെ തേർഡ് വന്നപ്പോൾ എന്തോന്നാണ്? മധ്യമ. ഇത് മിഡിലല്ലേ, അതുകൊണ്ട് മധ്യമ. പിന്നെ അടുത്തത് അനാമിക എന്ന് പറഞ്ഞാൽ നെയിംലെസ്, പേരില്ലാത്തവൾ എന്നുള്ള അർത്ഥത്തിലാണ്. ലാസ്റ്റിൽ വന്നത് കനിഷ്ഠിക. അപ്പോൾ ഇത് ഇത്ര കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ പിന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടല്ലേ. ഇവിടെ അങ്കുഷ്ടഃ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആയിൽ അവസാനിക്കുന്നു. അങ്കുഷ്ടഃ പുല്ലിംഗ ശബ്ദമാണ്. എന്നാൽ അടുത്ത നോക്കിക്കോളൂ, തർജനി ദീർഘം, ഈ കാരാന്തമാണ്, അത് സ്ത്രീലിംഗ ശബ്ദം. മധ്യമ ആകാരാന്തം, സ്ത്രീലിംഗ ശബ്ദം. അനാമിക ആകാരാന്തഃ സ്ത്രീലിംഗ ശബ്ദഃ. കനിഷ്ഠിക ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പോൾ ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദം. ഒന്ന് മാത്രം എന്താണ്? പുല്ലിംഗ ശബ്ദം. അപ്പോൾ ഈ വിരൽ മാത്രം എന്താണ്? പുല്ലിംഗ ശബ്ദം. അപ്പോൾ അങ്കുഷ്ടഃ ആണ് ഇത്. ഫസ്റ്റ് വിരൽ അങ്കുഷ്ടഃ. അതനുസരിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കരേ എന്ന് പറഞ്ഞാൽ കയ്യിൽ, കരത്തിൽ, ഹസ്തത്തിൽ. ഡാഷ് അങ്കുലിഹി ഭവതി തർജനി. ഡാഷ് അങ്കുലിഹി, അങ്കുലി വിരൽ, ഡാഷ് സെക്കൻഡ്, പിന്നെ ഡാഷ് അങ്കുലി, ആ ഡാഷ് കൊടുത്തിരിക്കുന്ന ആ തട്ടുള്ള അങ്കുലി ഭവതി തർജനി. ഇതിൽ ഏതാണ് വരുന്നത്? തർജനി ഇവിടെ കൊടുത്തിട്ടുണ്ടോ? സെക്കൻഡ് അല്ലേ തർജനി. അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നതിൽ? പ്രഥമ, ദ്വിതീയ കൊടുത്തിട്ടുണ്ട്. ദ്വിതീയ. അപ്പോൾ കരേ ദ്വിതീയ അങ്കുലിഹി ഭവതി തർജനി. അടുത്തത് അനാമിക. ഡാഷ് അങ്കുലിഹി ഭവതി അനാമിക. ഡാഷ് അങ്കുലി എത്രാമത്തെ അങ്കുലിയാണെന്നാണ്. അനാമിക എത്രാമത്തെ? 1 2 3 4 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? തൃതീയ, ചതുർത്ഥി. എല്ലാം പ്രഥമ എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീലിംഗമാണ്. ദ്വിതീയ എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ്. തൃതീയ സ്ത്രീലിംഗമാണ്. ചതുർത്ഥി സ്ത്രീലിംഗമാണ്. പഞ്ചമി സ്ത്രീലിംഗമാണ്. അതിനൊക്കെ എന്തുകൊണ്ട്? പുല്ലിംഗ ശബ്ദങ്ങളുണ്ട്. ഏകഹ അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ അനാമിക ചതുർത്ഥി അങ്കുലി ഭവതി. അടുത്ത കരത്തിൽ കരത്തിൽ അങ്കുലിഹി ഭവതി അങ്കുഷ്ടഃ ഏതാണ്? ആദ്യത്തതല്ലേ. അപ്പോൾ അതെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? പ്രഥമ അങ്കുഷ്ടഃ. അടുത്തത് കനിഷ്ഠിക അങ്കുലിഹി ഭവതി. കനിഷ്ഠിക ഇതിൽ ഏതാണ്? കനിഷ്ഠിക ഇത് ലാസ്റ്റല്ലേ, ഏറ്റവും ചെറുതല്ലേ. കനിഷ്ഠിക അങ്കുലിഹി ഭവതി എത്രാമത്തെയാണ് അവിടെ കൊടുത്തിരിക്കുന്നതിൽ? പഞ്ചമി, 5ാമത്തേത്. കരേ അങ്കുലിഹി ഭവതി മധ്യമ മിഡിൽ വരുന്ന അങ്കുലി ഏതാണ്? 3ാമത്തതല്ലേ, തൃതീയ. അപ്പോൾ കരേ തൃതീയ അങ്കുലിഹി ഭവതി മധ്യമ. അപ്പോൾ ഇതെല്ലാം സ്ത്രീലിംഗ ശബ്ദത്തിലാണ് പറഞ്ഞത്. എല്ലാം സ്ത്രീലിംഗ ഇതായതുകൊണ്ട്. നെക്സ്റ്റ് പേജ്. പട്ടികാം ദൃഷ്ട്വാ പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറേ ഇത്. അതായത് ഓരോ ദിവസം ഓരോ ഡേയ്സ് ഏതൊക്കെയാണെന്ന് വരുന്നത്. അപ്പം നമ്മൾ പറയാം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ. അതുപോലെ ഇവിടെ അതിന് സംസ്കൃതത്തിൽ എങ്ങനെ പറയും? പ്രഥമഃ ദിവസഃ ഫസ്റ്റ് ഡേ ആണ് പ്രഥമ ദിവസഃ. ഇവിടെ സപ്താഹയാണ് പറയുന്നത്. സപ്താഹ എന്ന് പറഞ്ഞാൽ വീക്ക്, ഒരു വീക്കിനെയാണ് പറയുന്നത്, വീക്ക് ആഴ്ച.
പ്രഥമ ദിവസം എന്ത് പറയും? രവിവാസരഃ. വാസരഃ എന്ന് പറഞ്ഞാൽ ഡേ എന്നുള്ള അർത്ഥമാണ് വാസരഃ. വാരഹ എന്ന് പറഞ്ഞാലും ഡേ ആണ്, വാസരഃ. അപ്പോൾ രവിവാസരഃ, രവിവാസരത്തിന് എന്താണത്? പ്രഥമ ദിവസ, ഫസ്റ്റ് ഡേ ആണല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേ ഏതാണ്? രവിവാസരഃ. ദ്വിതീയ ദിവസ. എന്തുകൊണ്ടാണ് പ്രഥമ ദ്വിതീയ എന്ന് പുല്ലിംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്? രവിവാസരഃ പുല്ലിംഗ ശബ്ദമാണ് അല്ലേ. അത് അടുത്തത് ദ്വിതീയ ദിവസ. ദ്വിതീയ ദിവസം എന്താണ്? സോമവാസരഃ, മൺഡേ. ദിവസ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്, അതുകൊണ്ടാണ് എന്ത്? പ്രഥമ ദിവസ, ദ്വിതീയ ദിവസ. അപ്പൊ ദ്വിതീയ ദിവസ ഏതാണ്? സോമവാസരഃ. അടുത്തത് തൃതീയ ദിവസ. മൂന്നാമത്തെ തൃതീയ ദിവസ കഹ. മൂന്നാമത്തെ ദിവസം എന്താണ്? മംഗൾവാസരഃ. മംഗൾവാസരഃ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂസ്ഡേ അല്ലേ. അടുത്ത ചതുർത്ഥ ദിവസ. ചതുർത്ഥ ദിവസ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബുധവാസരഃ, ബുധൻ വെനസ്ഡേ ആണെന്ന്. ചതുർത്ഥ ദിവസ ബുധവാസരഃ. പഞ്ചമ ദിവസ, ഫിഫ്ത്ത്, അഞ്ചാമത്തെ ദിവസം ഗുരുവാസരഃ, അതാണ് തേഴ്സ്ഡേ, വ്യാഴം. ഷഷ്ട ദിവസ. ശുക്രവാസരഃ. ദിവസ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വാസരഹ അല്ല. വാസരഹ എന്താണ്? അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഞ്ചമ ദിവസ, അഞ്ചാമത്തെ ദിവസം. ദിവസ രവിവാസരഃ, ദ്വിതീയ ദിവസ സോമവാസരഃ, തൃതീയ ദിവസ മംഗൾവാസരഃ, ചതുർത്ഥ ദിവസ ബുധവാസരഃ, പഞ്ചമ ദിവസ ഗുരുവാസരഃ, ഷഷ്ട ദിവസ ശുക്രവാസരഃ. ശുക്രവാസരം എന്നാൽ ഫ്രൈഡേ, വെള്ളി. സപ്തമ ദിവസ ലാസ്റ്റ് ഡേ ആണ്. സപ്തമ ദിവസം ഏഴാമത്തെ ദിവസം ഏതാണ്? ശനിവാസരഃ. ഇത്രയാണ് സപ്താഹ, ഒരാഴ്ചയുടെ പേരുകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ദിവസ എന്നാണ് ഇവിടെ പറയുന്നത്. വാസരഃ എന്നും പറയാം, വാസരഃ എന്ന് പറയാം, ദിവസ എന്ന് പറഞ്ഞ് ദിവസ എന്നും പറയാം. അടുത്ത ഇവിടെ ക്വസ്റ്റ്യൻ അത് നോക്കിയിട്ട് അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതാം. സപ്താഹസ്യ പ്രഥമ ദിവസ കഹ. സപ്താഹസ്യ ആഴ്ചയുടെ ഏത് ഷഷ്ടി വിഭക്തിയല്ലേ? ആഴ്ചയുടെ പ്രഥമ ദിവസ, ഫസ്റ്റ് ഡേ ഏതാണ്? രവിവാസരഃ അല്ലേ. രവിവാസരഃ. സപ്താഹസ്യ കതമഃ ദിവസഃ രവിവാസരഃ അസ്തി. കതമഃ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ? സപ്താഹത്തിൻ്റെ ആഴ്ചയുടെ കതമഃ ദിവസഃ എത്രാമത്തെ ദിവസമാണ് രവിവാസരഃ. രവിവാസരം എത്രാമത്തെയാണ്? പ്രഥമഃ അല്ലേ. അപ്പോൾ പ്രഥമഃ. അടുത്തത് സപ്താഹസ്യ ഷഷ്ടഃ ദിവസഃ കഹ. ഷഷ്ട എന്ന് പറഞ്ഞാൽ സിക്സ്ത്. സപ്താഹസ്യ ഷഷ്ടഃ, സിക്സ്ത് ഡേ ഏതാണ്? സിക്സ്ത് ഡേ വരുന്നത് സിക്സ്ത് ഡേ ശുക്രവാസരഃ, തേഴ്സ്ഡേ അല്ലേ. ശുക്രവാസരഃ. സപ്താഹസ്യ കതമഃ ദിവസഃ ശനിവാസരഃ. അതും നേരത്തെ പറഞ്ഞതുപോലെ സപ്താഹത്തിൻ്റെ കതമഃ എത്രാമത്തെ ദിവസമാണ്? ശനി എന്ന് പറയുന്നത് ലാസ്റ്റ് അല്ലേ. അപ്പം സപ്തമഃ ദിവസഃ. ഇനി സപ്താഹസ്യ അന്തിമഃ ദിവസഃ കഹ അസ്തി. അന്തിമഃ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. സപ്താഹത്തിൻ്റെ അന്തിമഃ ദിവസഃ, ലാസ്റ്റ് ഡേ കഹ അസ്തി. എന്താണ് ലാസ്റ്റ് ഡേ? ശനിവാസരഃ അല്ലേ. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് വാട്ടികാം ദൃഷ്ട്വാ പ്രശ്നാനാം ഉത്തരാണി ലിഖന്തു. ഒരു വാട്ടിക എന്താ? പൂന്തോട്ടത്തിൽ കുറേ പുഷ്പങ്ങൾ നിൽക്കുന്നു അല്ലേ. അത് നോക്കിയിട്ട് ഉത്തരം താഴെ കൊടുത്തിന് ഉത്തരം ലിഖന്തു, എഴുതൂ. എന്താണ്? ഓരോ ഭാരതീയ ദ്വാദശ മാസാഹ, ഭാരതത്തിൻ്റെ 12 മാസങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവിടെ പിന്നെ 2 തരത്തിലുണ്ടല്ലേ. അതായത് ആംഗല ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംഗ്ലീഷ് ഭാഷയിലാണ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ വരുന്നത്. ഇത് മലയാളത്തിലുള്ള ഭാഷയാണ്. ഭാരതീയ ദ്വാദശ മാസാഹ എന്നൊക്കെ സംസ്കൃതത്തിലുള്ളതാണ്. ആദ്യം വന്നത് ഒരു ചൈത്ര. അപ്പോൾ ഫസ്റ്റാണ് ചൈത്ര. ആ ചൈത്ര നമ്മൾ കലണ്ടറിലൊക്കെ നോക്കിയാൽ കാണാം. അതായത് നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസമാണ് ഈ ചൈത്ര മാസം. മാർച്ച് ഏപ്രിൽ. അത് കഴിഞ്ഞ് അതായത് മാർച്ച് പിന്നെ പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയാണ് ഈ ചൈത്രമാസം. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ എന്താണ് വൈശാഖ. ഇപ്പം നമ്മൾ ആദ്യത്തിൽ മലയാളത്തിൽ പറയും മീനം മേടമാണ് ആദ്യത്തെ പറഞ്ഞ ചൈത്രമാസം. മീനം മേടം. അതെങ്ങനെയാണ് രണ്ടും വന്നെന്ന് മനസ്സിലായില്ലേ? മാർച്ച് പകുതി മുതൽ
ഏപ്രിൽ പകുതി വരെയാണ് ഒന്നായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ചൈത്രം. അടുത്ത രണ്ടാമത്തെ വൈശാഖ. വൈശാഖം വരുന്നത് എന്താണ്? ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെ. അതാണ് മേടം ഇടവം എന്ന് മലയാളത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞത് ജ്യേഷ്ഠ. ജ്യേഷ്ഠമാസം അതേതാണ്? മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയാണ് ജ്യേഷ്ഠ. അതേതാണ്? ഇടവം മിഥുനം എന്ന് പറയും. ഇടവം മിഥുനം മലയാളത്തിലത്. പിന്നെ അടുത്തത് ആഷാഢ. ആഷാഢ ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ളത് ആഷാഢ. അപ്പോൾ അത് മിഥുനം കർക്കിടകം. അടുത്തത് ശ്രാവണ. അതായത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയാണ് ശ്രാവണം. ശ്രാവണം എന്ന് പറഞ്ഞാൽ കർക്കിടകം ചിങ്ങം. ചിലപ്പോൾ ആ ചിങ്ങമാസത്തിലല്ലേ ഓണമൊക്കെ വരുന്നത്. അടുത്തത് ഭാദ്രപദ. അത് ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ ഉള്ളതാണ്. അത് ചിങ്ങം കന്നി. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആശ്വിനഹ. സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയാണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മലയാളം നിങ്ങൾ പഠിക്കണമെന്നില്ല. ഇപ്പോൾ ഇത് ചിങ്ങം കന്നി തുലാമാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് കാർത്തിക ഒക്ടോബർ ടു നവംബർ വരെയുള്ളത്. അത് കഴിഞ്ഞിട്ട് മാർഗശീർഷം എന്ന് പറഞ്ഞാൽ എന്താ? അത് നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ളതാണ് മാർഗശീർഷം. അത് കഴിഞ്ഞിട്ട് പൗഷ. അത് ഡിസംബർ ടു ജനുവരി പൗഷ. പിന്നെ മാഘ, പിന്നെ ഫാൽഗുന. ഇത് ഓരോ മാസങ്ങളുടെ പേരുകളാണ്. ഇനി അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മാസേഷു പഞ്ചമഹാമാസഃ കഃ. മാസേഷു മാസങ്ങളിൽ. സപ്തമി ബഹുവചനം. അഞ്ചാമത്തെ മാസം ഏതാണ്? അവിടെ നോക്കൂ, അഞ്ചാമത്തെ 1 2 3 4 5 ശ്രാവണ അല്ലേ? ശ്രാവണ. അത് കഴിഞ്ഞിട്ട് മാർഗശീർഷ കതമഹ മാസഃ അസ്തി. മാർഗശീർഷ എന്ന മാസം കതമഹ ദിവസം എത്രാമത്തെയാണ്? നവമഹ, 9ാമത്തെയാണ് അല്ലേ? മാർഗശീർഷ നവമഹ. അത് കഴിഞ്ഞിട്ട് മാസേഷു ദശമഹ മാസഃ കഃ. മാസങ്ങളിൽ 10ാമത്തെ മാസം. ദശമഹ 10ാമത്തെ. ദശമഹ എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദശമഹ മാസഃ കഃ ഏതാണ്? പൗഷ. 10ാമത്തെ പൗഷ എന്ന മാസമാണ്. അടുത്തത് കാർത്തിക കതമഹ മാസഃ അസ്തി. കാർത്തിക ഏത് മാസത്തിലാണ് വരുന്നത്? കാർത്തിക എന്ന മാസം ഏത് മാസത്തിലാണ് വരുന്നത്? അഷ്ടമഹ, 8ാമത്തേത്. അവസാനത്തേത് മാസേഷു അന്തിമഹ മാസഃ. മാസങ്ങളിൽ മാസേഷു സപ്തമി ബഹുവചനം. അന്തിമഹ ലാസ്റ്റ് മാസഃ കഃ ഏതാണ്? ഫാൽഗുനഃ. ഇത്രയാണ് മാസങ്ങളുടെ പേര്. പിന്നെ കൊടുത്തിരിക്കുന്ന ആംഗല മാസാഹയാണ്. ആംഗല മാസങ്ങളിൽ അവിടെ ഇംഗ്ലീഷ് മാസമാണ് ആംഗല മാസം. ജനുവരി ഫെബ്രുവരി. അവിടെയും ഓരോ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ജാനുവരി മാസഃ, ഫർവരി മാസഃ, മാർച്ച് മാസഃ, ഏപ്രിൽ മാസഃ, മെയ് മാസഃ, ജൂൺ മാസഃ, ജൂലൈ മാസഃ, ആഗസ്റ്റ് മാസഃ, സിതംബർ മാസഃ, സെപ്റ്റംബർ, ഒക്ടോബർ മാസഃ, നവംബർ മാസഃ, ഡിസംബർ മാസഃ. അപ്പോൾ 12 മന്ത്സിൻ്റെ പേരുകൾ ആംഗലേയ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. അതൊക്കെ ഈസിയാണ്, ഞാൻ വേഗം പോകുന്നത്. ആംഗല മാസേഷു ദശമഹാമാസഃ. ആംഗല മാസം എന്നതിൽ ഇംഗ്ലീഷ് മാസങ്ങളിൽ ദശമഹ 10ാമത്തെ മാസം ഏതാണ്? ഒക്ടോബർ മാസഃ അല്ലേ? ഒക്ടോബർ നോക്കി കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അടുത്ത ഫർവരി മാസഃ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി. ഫർവരി മാസഃ ഡാഷ് മാസഃ അസ്തി. എത്രാമത്തെ മാസമാണ്? ദ്വിതീയ മാസഃ. അപ്പോൾ 3ാമത്തെ ആംഗല മാസേഷു അഷ്ടമഹ മാസഃ. അഷ്ടമ 8ാമത്തെ മാസം ഡാഷ് ഏതാണ്? ഓഗസ്റ്റ് മാസഃ. അടുത്തത് സിതംബർ മാസഃ ഡാഷ് മാസഃ അസ്തി. സിതംബർ മാസം എത്രാമത്തെയാണ്? നവമഹ മാസഃ, 9ാമത്തെ മാസം. ആംഗല മാസേഷു അന്തിമഹ മാസഃ. ആംഗല മാസങ്ങളിൽ ഇംഗ്ലീഷ് മാസങ്ങളിൽ അന്തിമഹ അവസാനത്തെ മാസം ഏതാണ്? ഡിസംബർ മാസഃ. അല്ല അവിടെ പറഞ്ഞ ഡിസംബർ മാസഃ. അടുത്തത് അധോലിഖിതേ ഗദ്യാംശേ അങ്കാനാം സ്ഥാനേ സംഖ്യാവാചക ശബ്ദാൻ ലിഖന്തു. അധോലിഖിതേ ഗദ്യാംശം, ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ആ പാസേജിൽ അങ്കാനാം സ്ഥാനേ അവിടെ നമ്പറില്ലേ? ആ നമ്പറിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? സംഖ്യാവാചക ശബ്ദം എഴുതണം എന്നാണ്. ഈ നമ്പർ നിങ്ങൾ അത് പഠിക്കേണ്ടുന്നതാണ്. അതായത് എങ്ങനെ അയക്കണം 1 2 3 എന്നുള്ളത് സംസ്കൃതത്തിൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആ നമ്പരൊക്കെ എഴുതി നമുക്ക് അതനുസരിച്ച് പഠിക്കാൻ സാധിക്കും. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.